ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2 ദിവസം മുൻപ് ബഹ്റൈനിലെ ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. UNA ആണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഒത്തിരി സ്പോൺസേഴ്സും ഈ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി നഴ്സസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെയായിരുന്നു ഇത്. ഒത്തിരി ഡാൻസ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റൻസിൻ്റെ നല്ല ഗാനമേളയും ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു വിഷ്വൽ ട്രീറ്റും കൂടെ ആയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു ഈവനിങ് 5 മണിയോട് കൂടെയാണ് അവിടെ എത്തിയത് തന്നെ. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ ഡാൻസിൻ്റെ ഒന്നും പ്രോപ്പറായിട്ടുള്ള സോങ് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടിന്യൂസ് വോയിസ് ഓവർ പറയുന്നത് തന്നെ. ഇതുകൂടാതെ ഇതിനിടയിൽ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവർക്ക് പ്രൈസും ഉണ്ടായിരുന്നു. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കും ഈ കൂട്ടത്തിലൊരു പ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ബാൻഡ് മേളമൊക്കെ കേൾക്കുന്നത് തന്നെ, കുറേ നാളുകൾക്ക് ശേഷം. അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല പാട്ടുകളാണ് അവർ പാടിയതെല്ലാം. എല്ലാ പാട്ടുകളും ഒത്തിരി നല്ലതായിരുന്നു. ഏതൊക്കെയോ പാട്ടിന് ഞങ്ങൾ പയ്യെ ഒന്ന് താളം ചവിട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഇതെല്ലാം എൻജോയ് ചെയ്തു. ഇത് സ്പോൺസർ ചെയ്തത് NEC കൂടെ ആയിരുന്നു കേട്ടോ. NEC ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ NEC വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ടാക്സും സർവീസ് ചാർജൊക്കെ ഒത്തിരി അവരെ കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ NEC വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ NECയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അതിൻ്റെ സർവീസ് ചാർജ് എല്ലാം കുറച്ച് തരും. ഈ പ്രോഗ്രാം ഓൾറെഡി ഇനോഗ്രേറ്റ് ചെയ്തത് ജാസ്മിൻ ഷായ ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ജാസ്മിൻ ഷായ അറിയാത്ത നഴ്സുമാർ വളരെ വിരളമായിരിക്കും. അപ്പോൾ ജാസ്മിൻ ഷായ്ക്ക് ഓൾറെഡി ആദരിക്കുന്ന ചടങ്ങ് കൂടെയായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജാസ്മിൻ ഷായെ നേരിട്ട് കാണുന്നത്. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് UNAയുടെ ഓൾറെഡി പ്രോഗ്രാംസിനെല്ലാം പൊതുവേ ഞാൻ പോകാറുണ്ട്. അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ജാസ്മിൻ ഷായെ കണ്ടു. പിന്നെ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളുടെ നല്ലൊരു ഫ്യൂഷൻ ഡാൻസ് ഉണ്ട് കേട്ടോ. പറയാതെ വയ്യ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എത്ര ആക്റ്റീവായിട്ടാണ് അവരത് പെർഫോം ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ ഓർത്തുപോയി. പക്ഷേ പ്രോപ്പർ ലൈറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ക്ലിയറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിവേ പാട്ടും ഒത്തിരി നല്ലതായിരുന്നു. മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. ഇനിയും ഫംഗ്ഷൻ തീരുന്നത് വരെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി. എനിവേ പ്രോഗ്രാം ഒത്തിരി നല്ലതായിരുന്നു.